നമസ്കാരം. പെട്രോൾ ഡീസൽ വില ഓരോ ദിവസവും രാജ്യത്ത് ഓരോ ട്വിസ്റ്റുകളാണ് രാജ്യത്തെ ജനങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ചില സംസ്ഥാനങ്ങളിൽ കുറവ് രേഖപ്പെടുത്തുമ്പോൾ ചില സംസ്ഥാനങ്ങളിൽ പെട്രോൾ ഡീസൽ വില വലിയ വർധനമാണ് രേഖപ്പെടുത്തുന്നത്. രാജ്യത്ത് പെട്രോളിന്റെയും ഡീസലിന്റെയും വിലയിൽ മാറ്റം വരാൻ സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് കേന്ദ്ര പെട്രോളിയം മന്ത്രി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. കൂടാതെ അടുത്ത മാസം 8-ാം തീയതി മുതൽ ഡൽഹിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. ആയതിനാൽ പെട്രോളിന്റെയും ഡീസലിന്റെയും വില കുറച്ചാൽ തിരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് അത് വലിയ രീതിയിൽ ഗുണം ചെയ്യും എന്നത് കൊണ്ട് തന്നെയാണ് പെട്രോളിന്റെയും ഡീസലിന്റെയും വില കുറയ്ക്കാൻ ഇപ്പോൾ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടായ നിർണായകമായ നീക്കത്തിന്റെ പശ്ചാത്തലത്തിൽ പെട്രോളിന്റെയും ഡീസലിന്റെയും വില കുറയാൻ സാധ്യത ഉണ്ട് എന്നാണ് വിവരം. കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരി ഞായറാഴ്ച ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികളുമായി ഒരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു. വാരണാസിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെയാണ് ഹർദീപ് സിംഗ് പുരി ഇക്കാര്യം വ്യക്തമാക്കിയത്. അന്താരാഷ്ട്ര വിപണിയിൽ അസംസ്കൃത എണ്ണയുടെ വില കുറയുകയാണെങ്കിൽ പെട്രോളിന്റെയും അതോടൊപ്പം തന്നെ ഡീസലിന്റെയും ചില്ലറ വിൽപ്പന വിലയും കുറയ്ക്കണമെന്ന് ഹർദീപ് സിംഗ് പുരി ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അന്താരാഷ്ട്ര വില സ്ഥിരത കൈവരിക്കുകയും അണ്ടർ റിക്കവറി വീണ്ടെടുക്കാനും കഴിഞ്ഞാൽ എണ്ണ കമ്പനികൾ വില കുറയ്ക്കണമെന്ന് അദ്ദേഹം എണ്ണ കമ്പനികളോട് തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 2021 നവംബറിനും 2022 മെയ് മാസത്തിനും ഇടയിൽ കേന്ദ്ര സർക്കാർ 2 തവണ നികുതി പരിഷ്കരിച്ചു. എന്നാൽ 2022 മെയ് 22 മുതൽ പെട്രോൾ ഡീസൽ വിലകൾ പരിഷ്കരിച്ചിട്ടില്ല. ധനമന്ത്രാലയം സെൻട്രൽ എക്സൈസ് തീരുവ വെട്ടിക്കുറച്ചപ്പോൾ പല സംസ്ഥാനങ്ങളും വിൽപ്പന നികുതി കുറച്ചിരുന്നു. എന്നാൽ ബി.ജെ.പി ഇതര സംസ്ഥാനങ്ങൾ അതിന് തയ്യാറായില്ല. അതായത് ബി.ജെ.പി ഭരിക്കാത്ത CPM-ഉം കോൺഗ്രസും ഒക്കെ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ തയ്യാറായില്ല. ഇതിനാൽ ഇവിടങ്ങളിൽ 10 രൂപയുടെ വരെ വില വ്യത്യാസമുണ്ട്. കൂടാതെ അടുത്ത മാസം 8-ാം തീയതി നടക്കുന്ന ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പും കൂടെ ആയതിനാലാണ് വില കുറയ്ക്കാൻ ഒരു ധാരണ ഇപ്പോൾ ബി.ജെ.പി തീരുമാനിച്ചിരിക്കുന്നത്. കൂടാതെ ഫെബ്രുവരി 1-ാം തീയതി മോദി സർക്കാരിന്റെ ബഡ്ജറ്റാണ്. മൂന്നാം മോദി സർക്കാരിന്റെ ബഡ്ജറ്റ് ആയതിനാൽ പെട്രോൾ ഡീസൽ വില GST ഉൾപ്പെടുത്താനുള്ള സാധ്യതകൾ കൂടി പരിശോധിക്കുന്നുണ്ട് ധനമന്ത്രി നിർമ്മല സീതാരാമനും പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരിയും. കൂടാതെ വരും ദിവസങ്ങളിൽ പെട്രോൾ ഡീസൽ വില കുറയുമെന്ന പ്രതീക്ഷ തന്നെയാണ് ഹർദീപ് സിംഗ് പുരി ഇപ്പോൾ മാധ്യമങ്ങളുടെ മുന്നിൽ പറഞ്ഞിരിക്കുന്നത്. അതേസമയം രാജ്യത്ത് ഊർജ ഉൽപാദനത്തിനായി നിരന്തരം ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നും രാജ്യത്തിന്റെ വികസനം അളക്കുന്നത് ഊർജത്തിന്റെ ആവശ്യകത കൊണ്ടാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. 2024 രാജ്യത്തെ പെട്രോൾ പമ്പുകളിൽ നിന്ന് ജൈവ ഇന്ധനമായ E20 ലഭ്യമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഭാവിയിൽ ഊർജത്തിന് പുതിയൊരു ബദൽ എന്ന നിലയിൽ ഹരിത ഹൈഡ്രജൻ ഉയർന്നു വരും എന്നാണ് ഹർദീപ് സിംഗ് പുരി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. ഇത് മലിനീകരണം ഒഴിവാക്കുമെന്നും അത് മാത്രമല്ല ദേശീയ ഹരിത ഹൈഡ്രജൻ നയത്തിന് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയിട്ടുണ്ടെന്നും ഹർദീപ് സിംഗ് പറഞ്ഞു. ഹരിത ഊർജം, ജൈവം, സൗരോർജം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനും കേന്ദ്ര സർക്കാരിന് പദ്ധതിയുണ്ട് എന്ന് ഹർദീപ് സിംഗ് പുരി വ്യക്തമാക്കി. എന്തായാലും കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരിയുടെ ഒരു തുറന്ന പറച്ചിലോടുകൂടി വീണ്ടും ജനങ്ങൾക്കൊരു ശുഭപ്രതീക്ഷയാണ് കിട്ടിയിരിക്കുന്നത്. പെട്രോളിന്റെയും ഡീസലിന്റെയും വില കുറയും എന്ന് തന്നെയാണ് മന്ത്രി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്.